എങ്ങനെ തോന്നുന്നു ചേച്ചി ഇവിടെ വീടൊക്കെ വെച്ചിങ്ങനെ ഹാപ്പി? നല്ല ഹാപ്പി ആയിട്ടുണ്ട് എല്ലാം. പക്ഷെ നമ്മള് സ്വപ്നത്തില് വിചാരിച്ചില്ലെങ്കിൽ കേരളത്തില് നമുക്ക് വീട്ടിയാവും. അച്ചോടാ, കേരളത്തിലൊരു വീടാവുന്ന ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ? പക്ഷെ ദൈവം നല്ലായിട്ട് ശരിയായിട്ട് ഒരു വീടായി. ആഗ്രഹം കുറെ ആൾക്കാരെ വീട്ടിൽ മേടിച്ച് വീട്ടിൽ വെച്ച് നമ്മുടെ ഒക്കെ ആഗ്രഹമാണ് എന്റെ വീട്ടാവുമെങ്കിൽ. ചേട്ടൻ ആദ്യം 20 വർഷങ്ങൾക്ക് മുന്നല്ലേ ഇവിടെ വന്നേ? അന്ന് എങ്ങനെയായിരുന്നു ഇവിടത്തെ ഒരു ചേട്ടന്റെ ഒരു ഓർമ്മ എങ്ങനെയായിരുന്നു? 20 വർഷം മുന്നേ എവിടെയായിരുന്നു ആദ്യം കേരളത്തിൽ വന്നേ? ആദ്യം വന്നിട്ട് നല്ലതാക്കി ഇവിടെ തന്നെ എല്ലാ ആൾക്കാരും നല്ലതാണ്. എവിടെയാ വന്നത്? കേരളത്തിൽ എവിടെയാ വന്നത്? ഫസ്റ്റ് വന്നിട്ട് ചേട്ടാ കൊണ്ടുവന്നു. അങ്ങനെ ഇതായിട്ട് ഒരു അവർ വീട്ടില് താമസിച്ച് ജോലി ചെയ്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ജോലി ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഇതായിട്ട് പിന്നെ നാട്ടിൽ വന്നിട്ടാണോ കല്യാണം കഴിച്ചല്ലേ? നാട്ടിൽ പോയിട്ട് പിന്നെ നാട്ടില് കല്യാണമായി. ചേച്ചി ചേട്ടന്റെ കല്യാണാലോചന വന്ന് കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. ചേച്ചിക്ക് കേരളത്തിൽ താമസിക്കാൻ പേടി ഉണ്ടായിരുന്നോ? പേടി 3 ദിവസം അങ്ങനെ ട്രെയിനിൽ വരുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ആരും ഉണ്ടായില്ല. ഫസ്റ്റ് ടൈം പുറത്ത് പോയി. അപ്പൊ വരുമ്പോ പിന്നെ ഇവിടെ വരുമ്പോ ആരെല്ലാം കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, ഒരു മനസ്സിലാവില്ല. അതിലൊരു പേടി ഉണ്ടായി. പിന്നെ ഇത്തിരി ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉണ്ടായി. വലിയ മോനും നാട്ടിൽ എങ്ങനെ പ്രസവിച്ചു. പിന്നെ ചെറിയ മോനും ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ അറിഞ്ഞു. അമ്മ വന്നിട്ടുണ്ടായി. അമ്മ ഇപ്പൊ അന്യത്തി വീട്ടിലുണ്ട്. അമ്മ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ എന്താ ജോലി? ഗാർഡനിങ് ജോലിയും പുല്ല് വെക്കണം, പൂച്ചെടിയൊക്കെ വെക്കണം. ചേട്ടൻ ഈ വീട് എങ്ങനെയാ പണിതത്? അത് നമ്മളൊരു ഫ്ലാറ്റിൽ ഒരാളും ഞാൻ ജോലിക്ക് പോകുന്ന ആളുണ്ട്. അത് ഒരു നമ്മളൊരു ദൈവം പോലെ ഒരു സഹായിക്ക ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ സ്ഥലം മേടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ അവിടെ ഹെൽപ്പെല്ലാം പഠിച്ചു. പിന്നെ പണിക്ക് പോകണ അവരെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. ഈ വാടകയ്ക്ക് താമസിച്ചത് ചെറിയ വീടായിരുന്നോ? ഞാൻ വരുമ്പോ ചേട്ടക്കൊരു ഓപ്പറേഷൻ ഉണ്ടായി. ആ സമയത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. കാശെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഇവർക്ക് വലിയച്ഛനും മോനുണ്ടോ അവരെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഇവിടെ മെഡിക്കൽ ടെസ്റ്റിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് എല്ലാം ശരിയാക്കി. ആ സമയത്തിട്ട് ഞാൻ സ്റ്റാർട്ടാക്കി പുറത്ത് പോകണ ജോലി. ഇല്ലെങ്കിൽ അതിന് മുമ്പ് ഞാൻ പോയിട്ടില്ല. അപ്പോൾ കാശെല്ലാം ചെലവാ. പിന്നെ വലിയ മോനുമായി. അപ്പോൾ അവർക്ക് പിന്നെ ഫുഡ് കൊടുക്കണോ. ചേട്ടക്ക് ഒരു വർഷം ഡോക്ടർ പറഞ്ഞ ജോലിക്ക് പോകണ പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഭാട കൊടുക്കുക, പിന്നെ ഫുഡ് കഴിക്കണം, അങ്ങനെ ചെലവ് വേണമല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് പുറത്ത് വന്നു. അപ്പം ചേട്ടക്കും അറിയില്ല. ഞാൻ അങ്ങനെ ചേച്ചി വീട്ടിൽ പോകും പറഞ്ഞിട്ട് ഞാൻ പോകും. പോയിട്ട് ജോലി ചെയ്തിട്ട് ചേട്ടാനിൽ എത്ര ഇതുണ്ടായി, കാശ് ചെലവുണ്ടായി ഹോസ്പിറ്റലിൽ, അതെല്ലാം ഞാൻ തീർത്തു അവിടെ ജോലി ചെയ്തു. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ചേട്ടൻ അത്രത്തൊക്കെ ചേട്ടക്ക് അറിയില്ല. ചേട്ടൻ പോയിട്ട് പിന്നെ പണി ചെയ്തിട്ട് അപ്പോൾ കട ഉണ്ടായില്ലോ, അത് കൊടുക്കാൻ വേണ്ടി. പിന്നെ അപ്പത്തൊക്കെ ഞാൻ പറഞ്ഞു കട കഴിഞ്ഞു. അപ്പോൾ അതെ പിന്നെ എങ്ങനെ ഇതായി. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു ഒന്ന് വിചാരിക്കണ്ട, ഞാനങ്ങനെ പുറത്ത് ജോലിക്ക് പോകണം. ആ സമയത്തിൽ ചേട്ടക്ക് അറിയാം. ഇല്ലെങ്കിൽ അതിന് മുമ്പ് ചേട്ടക്ക് അറിയില്ല. ഞാൻ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരും. പിന്നെ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ജോലി കൂടാക്കി. എല്ലാ ദിവസവും 3 വീട്ടിലാണ്. നേരത്തെ കടവന്ത്ര പോയിട്ടുണ്ട്. ബസ്സിലോ അറിയൂല എങ്ങനെ പോവാ. അപ്പൊ പോണ സമയത്തിൽ എവിടേക്ക് ബസ് സ്റ്റോപ്പില് എന്തെങ്കിലും ഒരു മാർക്ക് വെച്ചിട്ട് വരും. അതെ, കട ഇല്ലെങ്കിൽ ഒരു ചെടി എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് വരും. അപ്പൊ അങ്ങനെ ബസ് എത്ര ആകുമ്പോൾ അപ്പൊ ഞാൻ അത് നോക്കും അത് എപ്പോ വരും. അപ്പൊ അങ്ങനെ നോക്കി പിന്നെ കൂടുതൽ അവര് ഹിന്ദിയിൽ പറഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ പറഞ്ഞു. അവിടെ നല്ലതായിട്ട് അവിടെ കുറച്ച് മലയാളം പഠിച്ചു.